എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ക്യുവാന യാവുനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഫോണിൽ സംസാരിക്കുകയാണ്. യാവുനെ കുറിച്ച് ആലോചിച്ച് ക്യുവാൻ ഒരുപാട് വറീഡായിരുന്നു. കാരണം ഈ കേസ് കോംപ്ലിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അതോ ഞാൻ വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീ വറിയേണ്ട ആവശ്യമില്ല, നീ എന്നെ ട്രസ്റ്റ് ചെയ്യൂ, അറ്റ്ലീസ്റ്റ് ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് അല്ലേ എന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ചു നേരം സംസാരിച്ച ശേഷം അവർ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ലിവിംഗ് റൂമിൽ വന്ന് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ അതിനു മുന്നേ ആ CCTVയിൽ അവൾ കവർ ചെയ്യുന്നുണ്ട്. കാരണം ക്യുവാൻ തന്നെ നോക്കിയിരിക്കാതെ അവൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് സീനിൽ ഡോങ്മിനെയും അവൻ്റെ ക്ലയൻ്റായ ആ റേപ്പിസ്റ്റിനെയാണ് കാണിക്കുന്നത്. അയാൾ ഒരുപാട് ടെൻഷനിലായിരുന്നു. കാരണം ജുൻഹൻ ലോഫോം ഈ കേസിൽ ഇൻവോൾവ് ആയിരിക്കുകയാണ്. ഞാൻ ഇത്രയും ടെൻഷനാകാൻ കാരണം ജുൻഹൻ ലോഫോം ഇൻവോൾവ് ആയതുകൊണ്ടാണ്. ക്യുവാൻ ഒരുപാട് കേപ്പബിൾ ആണ്. ആ ഗേൾ ആകട്ടെ അവൻ്റെ അസിസ്റ്റൻറ്റും. എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഈ കേസ് തോൽക്കുകയാണെങ്കിൽ എൻ്റെ ഫുൾ റെപ്യൂട്ടേഷനും അതോടെ തകർന്ന് തരിപ്പണമാകുമെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ ഡോങ്മിൻ അവനെ ശാന്തനാക്കുന്നു. നീ എന്നെയാണ് ചൂസ് ചെയ്തത്, ഞാൻ ഒരിക്കലും നീ ഈ കേസ് തോൽക്കാൻ സമ്മതിക്കില്ല. ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യാണ്, നമ്മൾ എന്തൊക്കെ വന്നാലും ഈ കേസ് ജയിക്കും. ഡോങ്മിൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഡോങ്മിൻ മറ്റൊരു പ്ലാനും ചെയ്യുന്നുണ്ടായിരുന്നു, ആ ക്ലയൻറ്റിന് പ്രഷർ കൊടുക്കാൻ. സോ ആ ക്ലയൻറ്റ് വീണ്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ആ ക്ലയൻറ്റിനെതിരെ ഒരുപാട് മോശം കാര്യങ്ങൾ അവൻ എഴുതിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അവളെ കുറ്റപ്പെടുന്ന കാണുമ്പോൾ ഈ കേസുമായിട്ട് അവൾ മുന്നോട്ട് പോകാൻ തയ്യാറാകില്ലെന്ന് അവൻ അറിയാമായിരുന്നു. നെക്സ്റ്റ് സീനിൽ ഓഫീസിൽ യാവു ടാങ്ങിനോടും യൂഫിയോടും ഈ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഈ കേസ് റിലേറ്റഡ് എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി തൻ്റെ കൂടെ ഒരു പ്ലേസിലേക്ക് വരണമെന്ന് അവൾ യൂഫിയോട് പറയുന്നുണ്ട്. യൂഫി തൻ്റെ ഫോൺ നോക്കിയിട്ട് നിന്റെ ക്ലയൻറ്റിൻ്റെ പേര് ഫെങ് ആണോ ചോദിക്കുന്നുണ്ട്. യാവു നോക്കുമ്പോൾ അവൾ ഒരുപാട് സർപ്രൈസ് ആകുന്നു. കാരണം ലോക്കൽ ന്യൂസിൽ അവൾ ട്രെൻഡിങ്ങിലാണ്. ആളുകൾ അവളെക്കുറിച്ച് ഒരുപാട് മോശമായി പറയുന്നുണ്ട്, അവളെ ഹറാസ് ചെയ്യുന്നു. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം അവളെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവായിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത്. പണത്തിന് വേണ്ടി റിച്ച് ആളുകളെ അവൾ ട്രാപ്പ് ചെയ്യാണെന്നെല്ലാം. യാവുന് അപ്പോൾ അവളുടെ ക്ലയൻ്റായ ഫെങ്ങിൻ്റെ കോൾ വരുന്നു. എൻ്റെ ലൈഫ് എന്തായാലും റൂയിനായി, ഞാൻ ഈ കേസ് ക്വിറ്റ് ചെയ്യാണ്. പ്ലീസ് ലോയർ, നിങ്ങൾ ഒരു നല്ല പേഴ്സണാണ്, നിങ്ങൾക്ക് സൊസൈറ്റിയിൽ നല്ല ഇമേജാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഈ കേസ് ഡ്രോപ്പ് ചെയ്യാണെന്ന് ഫെങ് പറയുന്നുണ്ട്. പക്ഷേ യാവു അവളെ സമാധാനിപ്പിക്കുന്നു, അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ ആ ടൈമിൽ ഫെങ്ങിൻ്റെ വീടിന് ഫ്രണ്ടിൽ ആളുകളെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു. അവൾക്കെതിരെ കുറെ മോശമായി പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവരെല്ലാവരും. ഇതെല്ലാം കണ്ട് അവൾ ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സീനിൽ ചെൻസി ലീജിനോട് കാണിക്കുന്നത്. ലീജിൻ ഇപ്പോൾ ചെൻസിയുടെ ഒഫീഷ്യൽ ബോയ് ഫ്രണ്ട് ആയിരുന്നു. സോ അവളുടെ വീട്ടിലെ ബൾബെല്ലാം ചേഞ്ച് ചെയ്യാൻ അവൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെൻസിക്ക് ഡോമിനെ മെസ്സേജ് വരുന്നു. നീ എന്നോട് വളരെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്ത്, നീ എന്നോട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് നിന്റെ സിസ്റ്റർ ആയിരിക്കുമെന്ന് ഞാൻ നിന്നെ ഓൾറെഡി വാൺ ചെയ്തതാണ്. നിന്റെ സിസ്റ്റർ ഇപ്പോൾ കേസ് വാദിക്കുന്നത് എനിക്കെതിരെയാണ്. ഞാൻ അവളെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കാണാൻ അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം വായിച്ച് ചെൻസി ഒരുപാട് ടെൻഷനിലാകുന്നു. അതേസമയം യാവു തൻ്റെ ക്ലയൻറ്റ് വീട്ടിലേക്ക് വരുന്നു. അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്ന ആളുകളെല്ലാം കുറെ ടൊമാറ്റോസും മുട്ടയെല്ലാം യാവുൻ്റെ മുഖത്തേക്ക് എറിയുന്നുണ്ട്. ക്ലയൻറ്റ് വെളിയിൽ വന്ന് യാവുനെ കൂട്ടി വീടിനകത്തേക്ക് പോകുന്നു. യാവു ഫെങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ബ്രേവ് ആയിരിക്കണം. ഇപ്പോൾ നീ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ആളുകളെല്ലാം വിചാരിക്കും നിനക്കെതിരെ ഈ ന്യൂസ് പേപ്പറിൽ വന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന്. നീ ഇപ്പോൾ നിന്നെക്കുറിച്ചല്ല, നിന്റെ ബേബിയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇതെല്ലാം കേൾക്കുമ്പോൾ തൻ്റെ ബേബിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ അവൾ തയ്യാറാകുന്നു. ഫെങ് കൺവിൻസ് ആകുന്നുണ്ട്. യാവു ഫെങ്ങിനോട് നീ ഇനി ഇവിടെ താമസിക്കരുത്, മറ്റെവിടേക്കെങ്കിലും മൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി വെളിയിലേക്ക് വരുന്നു. ആളുകൾ അവളുടെ ദേഹത്തേക്ക് പെയിൻ്റ് എറിയാൻ തുടങ്ങുമ്പോൾ യാവു തടയുന്നുണ്ട്. സോ പെയിന്റ് വീഴുന്നത് യാവുവിൻ്റെ ദേഹത്താണ്. ആ ടൈമിൽ തന്നെ ലീജിനും ചെൻസി അവിടേക്ക് വരുന്നു. യാവുവിനെ കുറിച്ച് ആലോചിച്ച് രണ്ടുപേരും ഒരുപാട് വറീഡായിരുന്നു. ലീജിൻ പോലീസിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ യാവുവിന് കൂടുതൽ ധൈര്യം വരുന്നു. ക്യുവാൻ തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിനേക്കാളും ഒരുപാട് വലിയ ഭീഷണികൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ഗീവ് അപ്പ് ചെയ്തിട്ടില്ല.
സോ ഞാൻ ഗീവ് അപ്പ് ചെയ്യില്ലെന്ന് അവൾ പറയുന്നു. ചില കേസുകൾ ജുൻഹൻ ലോ ഫേം ഫ്രീലി ചെയ്യാറുണ്ടായിരുന്നു. പബ്ലിക് വെൽഫെയർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് അവർക്കുണ്ട്. ആ അക്കൗണ്ടാണ് അവർ ഈ കേസുകൾക്ക് യൂസ് ചെയ്യുന്നത്. ആ അക്കൗണ്ട് യൂസ് ചെയ്ത് യാവു ഫെങ്ങിന് താമസിക്കാനായി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു. സോ അവൾക്കിവിടെ സേഫായിട്ട് താമസിക്കാം. യാവു ഫെങ്ങിനോട് സംസാരിക്കുന്നു, അവൾക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. യാവുവിൻ്റെ കൂടെ ചെൻസിയും ലീജനും വന്നിട്ടുണ്ടായിരുന്നു. ലീജനാകട്ടെ യാവുവിനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. ലീജൻ അപ്പോൾ അത്യാവശ്യമായൊരു കോൾ വരുന്നു. അവൻ അവിടുന്ന് പോകേണ്ടി വരുന്നുണ്ട്. പക്ഷെ പോകുന്നതിന് മുന്നേ ചെൻസിക്ക് തൻ്റെ കാറിൻ്റെ കീസ് കൊടുക്കുന്നു. ഇത് കണ്ട് യാവു നന്നായിട്ട് ഇംപ്രസ് ആകുന്നുണ്ട്. നിന്റെ ബോയ് ഫ്രണ്ട് മാത്രം കെയറിങ് ആണ്, എന്ത് സ്വീറ്റാണ്, കാറിൻ്റെ കേസ് നിനക്ക് തന്നിട്ട് പോവില്ലെന്ന് അവൾ പറയുന്നു. അതിനുശേഷം യാവു ഓഫീസിലേക്ക് വരുന്നു. അവളുടെ കൊളീഗ്സ് എല്ലാം അവളെക്കുറിച്ച് ആലോചിച്ച് നന്നായിട്ട് വറീഡായിരുന്നു. കാരണം ഫെങ്ങിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ആളുകൾ എന്തുമാത്രം റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്ന കാര്യം അവർക്ക് അറിയാമായിരുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാനാണ് കാണിക്കുന്നത്. അവൻ ലോയ ലിയാങ്ങിൻ്റെ കൂടെ ഒരു പ്രസന്റേഷനിൽ ഇരിക്കുകയാണ്. ലിയാങ് പ്രസന്റേഷൻ ചെയ്യുകയാണ്. അവളുടെ മെസ്മറൈസിങ് ക്യാരക്ടർ കാണുമ്പോൾ ബാവരു ആകട്ടെ ഒരുപാട് ഇംപ്രസ് ആകുന്നുണ്ട്. തൻ്റെ പെർഫെക്റ്റ് ബോസായ ക്യുവാന് എന്തുകൊണ്ടും ഒരു പെർഫെക്റ്റ് മാച്ചാണ് ലിയാങ് എന്ന് അവന് ഫീൽ ചെയ്യുന്നു. രണ്ടുപേരും ഒരുപോലെയാണെന്ന് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രസന്റേഷന് ശേഷം ബാവരു വന്ന് ലിയാങ്ങിൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കുന്നു. കാരണം ഈ കേസിൽ അവളുടെ ഹെൽപ്പിൻ്റെ ആവശ്യം അവനുണ്ടായിരുന്നു. ഇന്ന് അവരുടെ വർക്ക് വേഗം തീർന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഒരുമിച്ച് ഡിന്നറിന് പോകാമെന്ന് ലിയാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും യാവിനെ കുറിച്ചുള്ള മെസ്സേജ് ക്യുവാന് കിട്ടുന്നു. ക്യുവാൻ ടെൻഷനിലാകുന്നുണ്ട്. തനിക്ക് അത്യാവശ്യമായി പോകണം എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ക്യുവാൻ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ലിയാങ്ങിൻ്റെ ഫേസ് ചെറുതായിട്ട് സാഡ് ആകുന്നു. ദാറ്റ് മീൻസ് അവൾക്ക് അവനിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ക്യുവാൻ യാവുനെ കോൾ ചെയ്യുന്നു. പക്ഷെ യാവുൻ്റെ ഫേസ് കണ്ടിട്ട് നോർമലായിട്ടാണ് അവന് തോന്നുന്നത്. നീ എന്നോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ അവിടേക്ക് വരാമെന്ന് അവൻ പറയുന്നു. പ്ലീസ് നീ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നോട് ദേഷ്യപ്പെടും. ഞാൻ കാരണം നിന്റെ വർക്കിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് ക്യുവാനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുമൊരു സാധാരണ ലോയറല്ല, ക്യുവാൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നും അവൾ പറയുന്നു. എന്നിട്ട് അവൾ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും യാവിനെ കുറിച്ച് ആലോചിച്ച് ക്യുവാൻ ഒരുപാട് വറീഡായിരുന്നു. സോ താൻ നേരത്തെ ഫ്രീ ആയതുകൊണ്ട് യാവിൻ്റെ അടുത്തേക്ക് പോകാൻ അവൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലീജനാണ് കാണിക്കുന്നത്. അവൻ ഓഫീസിൽ എല്ലാവരും വഴക്കു പറയാണ്. കാരണം അവൻ എംപ്ലോയീസിനോട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, യാവു ഒഴിച്ച്. തൻ്റെ ഫ്യൂച്ചർ സിസ്റ്ററിലോ ആകാൻ പോകുന്ന യാവുനെ പുകഴ്ത്താനുള്ള അവസരം ലീജൻ വെറുതെ കളയോ? അവൻ എല്ലാവരോടും പറയുന്നുണ്ട്, യാവുനെ നോക്കൂ, നിങ്ങളെല്ലാവരും അവളെ പോലാകാൻ പറയുന്നുണ്ട്. ലീജൻ അപ്പോൾ ഒരു എമർജൻസി കോള് വരുന്നു. ഇത് കിട്ടിയ ഉടനെ അവൻ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. കാരണം ക്യുവാൻ തിരിച്ചു വന്നു. വന്ന ഉടനെ അവൻ നേരെ പോയത് ലോയേഴ്സ് അസോസിയേഷന്റെ ഓഫീസിലേക്കാണ്. ലോയേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായ സെങ്ങിനെ ഒരു ബന്ദിയെ പോലെ അവനോട് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ടോയ്ലറ്റിൽ പോകാൻ പോലും അയാളെ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും ലീജൻ അവിടേക്ക് വരുന്നു. രണ്ടുപേരുടെ ഇടയിൽ സംസാരിച്ച് ഒരുവിധം സിറ്റുവേഷൻ ശാന്തമാക്കുന്നുണ്ട്. സത്യത്തിൽ ക്യുവാൻ നല്ല ദേഷ്യത്തിലായിരുന്നു. ഡോങ്മിൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലോയർ പ്രൊഫഷന് ഇതെതിരാണ്. ലോയേഴ്സ് അസോസിയേഷൻ ഡോങ്മിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നാണ് അവൻ പറയുന്നത്. ക്യുവാൻ ഇവിടെ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ ഒരുപാട് റൂഡായിട്ടാണ് മിസ്റ്റർ സെങ്ങിനോട് സംസാരിക്കുന്നത്. ക്യുവാൻ്റെ ഈ ബിഹേവിയറിൽ മിസ്റ്റർ സെങ്ങും നല്ല ദേഷ്യത്തിലായിരുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ലീജൻ അറിയാം. അവൻ വളരെ കാമായിട്ട് ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു. ക്യുവാനെ ശാന്തനാക്കുന്നുണ്ട്. മിസ്റ്റർ സെങ്ങിനോട് സംസാരിച്ച് അദ്ദേഹത്തെ ഹാപ്പിയാക്കുന്നു. അതിനുശേഷം ക്യുവാൻ്റെ കൂടെ അവൻ വെളിയിലേക്ക് വരുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം ഓർക്കുന്നത്. ചെൻസി ഡിന്നറിന് തന്നെ വെയിറ്റ് ചെയ്യുകയാണെന്ന്. അവൻ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. ലീജൻ്റെ ഈ ബിഹേവിയർ കാണുമ്പോൾ ക്യുവാനാകട്ടെ വീണ്ടും ദേഷ്യം വരുന്നു. തന്നെ തൻ്റെ ഫ്രണ്ട് കെയർ ചെയ്യാത്ത പോലെയാണ് അവന് ഫീൽ ചെയ്യുന്നത്. അപ്പോഴേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അവൻ ഓഫീസിലേക്ക് വരുമ്പോൾ യാവു വെളിയിലേക്ക് വരികയായിരുന്നു. അവളെ കണ്ടുടനെ അവൻ ഹഗ് ചെയ്യുന്നുണ്ട്. അവളെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ സ്പീഡിന് ബൈസൈക്കിൾ ഓടിച്ചുകൊണ്ട് ബാവു അവിടേക്ക് വരുന്നു. തങ്ങളെ ഒരുമിച്ച് ബാവു കണ്ടുവെന്ന് അവർക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു.
ഇന്നസെന്റായ ബാവരു സത്യത്തിൽ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ യാവും ബോസും ഒരുമിച്ച് എന്ത് ചെയ്യാനെന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ സബ്വേയിലേക്ക് പോകായിരുന്നു. അപ്പോഴാണ് ബോസ് ഈ വഴി പാസ് ചെയ്ത് എനിക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു എന്ന് അവൾ പറയുന്നുണ്ട്. എനിക്ക് അവിടേക്ക് പോകേണ്ടത്. എനിക്ക് ലിഫ്റ്റ് ഇടാൻ പറഞ്ഞ് അവനും അവരുടെ കൂടെ കൂടുന്നു. സത്യത്തിൽ അവർക്ക് വീട്ടിലേക്കാണ് പോകേണ്ടത്. യാവുനെ എങ്ങനെയാ ട്രെയിൻ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നത്? സത്യത്തിൽ എനിക്കിപ്പോൾ നന്നായിട്ട് വിശക്കുന്നു. സോ ഞാൻ ആദ്യം ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അതിനുശേഷമേ വീട്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന് യാവ് പറയുന്നു. എന്നാൽ നിന്റെ കൂടെ ഞാനും വരാമെന്ന് ബാവുരും അവളുടെ കൂടെ കൂടുന്നുണ്ട്. മറ്റു വഴിയൊന്നുമില്ലാതെ അവർക്ക് ബാവുവിനെ കൂട്ടേണ്ടി വരുന്നു. യാവുനെ ക്യുവാന്റെ ഡിന്നർ ഡേറ്റ് ബാവുരുമായിട്ട് നശിപ്പിക്കുന്നുണ്ട്. ബാവുരിന്റെ ശ്രദ്ധ മുഴുവൻ ഫുഡിലായിരുന്നു. പക്ഷെ ക്യുവാനും യാവും പരസ്പരം ഹാൻഡ്സ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് ബാവുരു എന്താ ആവശ്യത്തിനു വേണ്ടി ടേബിളിന്റെ അടിയിലേക്ക് കുനിയുന്നു. തങ്ങളെ ബാവുരു പിടിച്ചെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ബാവുരു ആവട്ടെ ഇവർ ഹാൻഡ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. അവൻ അവിടുന്ന് ഒരു എക്സ്ട്രാ ബൗള് ചിക്കൻ കിട്ടുന്നു. ഇത് കാണുമ്പോൾ തന്നെ അവൻ ഹാപ്പി ആകുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ യാവുന് ഒരു ഐഡിയ കിട്ടുന്നു. തൻ്റെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവൾ പെട്ടെന്ന് എണീറ്റ് അവിടുന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ക്യുവാനാവട്ടെ യാവു ഒന്നും കഴിക്കാത്തതുകൊണ്ട് വറിയാകുന്നു. പക്ഷെ യാവു വളരെ ഹാപ്പിയായി അവിടുന്ന് ഓടിപ്പോകുന്നു. തൻ്റെ ഗേൾഫ്രണ്ട് എന്തുമാത്രം പ്രൊഫഷണലാണെന്ന് കണ്ട് ക്യുവാന് ഹാപ്പി ആകുന്നുണ്ട്. ലേറ്റ് നൈറ്റ് വരെ യാവു വർക്ക് ചെയ്യായിരുന്നു. തനിക്ക് വേണ്ടി ക്യുവാൻ വന്നിട്ടുണ്ടെന്നും അവനും ടൈം കൊടുക്കണമെന്ന കാര്യം യാവ് മറന്നു പോകുന്നുണ്ട്. പാവം ക്യുവാനാകട്ടെ സോഫയിൽ കിടന്നുറങ്ങിപ്പോകുന്നു. യാവ് വന്ന് ക്യുവാനെ ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്യുന്നു. അപ്പോൾ ക്യുവാൻ ഉണരുന്നുണ്ട്. താങ്ക് ഗോഡ്, അറ്റ് ലാസ്റ്റ് നീ എന്നെക്കുറിച്ച് ഓർത്തല്ലോ എന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ക്യുവാന് തിരിച്ചു പോകണമായിരുന്നു. മോർണിംഗിലാണ് അവൻ്റെ ഫ്ലൈറ്റ്. അവൻ്റെ ബാഗെല്ലാം പാക്ക് ആയിരിക്കുന്ന കണ്ട് യാവ് വന്ന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി ആ ബാഗിൽ ഇടുന്നുണ്ട്. കുറച്ച് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും പിന്നെ ലവബിൾ ആയിട്ട് ഒരു മെസ്സേജും. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ക്യുവാൻ മീറ്റിങ്ങിന് വരുന്നു. അവൻ 5 മിനിറ്റ് ലേറ്റായിരുന്നു. ലിയാങ് ഓൾറെഡി മീറ്റിങ്ങിലുണ്ടായിരുന്നു. വന്ന ഉടനെ അവൻ ബാഗ് തുറക്കുമ്പോൾ ആ സപ്ലിമെന്റ് താഴെ വീഴുന്നുണ്ട്. സപ്ലിമെന്റിൽ യാവുന്റെ മെസ്സേജും അവൻ കാണുന്നുണ്ട്. ഇത് കണ്ട് അവൻ ഒരുപാട് ലവ് ആയിട്ട് സ്മൈൽ ചെയ്യുന്നു. അവൻ്റെ ഈ സ്മൈല് ലിയാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. പക്ഷേ ബാവു വിചാരിക്കുന്നത് ബോസ് ഈ സപ്ലിമെന്റ് തനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ്. ബോസ് തന്നെ എന്തുമാത്രം കെയർ ചെയ്യുന്നു അവൻ പറയുന്നുണ്ട്. മീറ്റിംഗിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഇന്ന് ഒരുമിച്ച് ഡിന്നർ കഴിക്കാമെന്ന് ലിയാങ് അവരെ എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്നുണ്ട്. വെളിയിൽ വന്ന ശേഷം ക്യുവാൻ ലിജനെ കോൾ ചെയ്യുന്നു. യാവുനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അവൻ സ്പെഷ്യലായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ലീജൻ വിചാരിക്കുന്നത് ക്യുവാൻ ഇങ്ങനെ പറയാൻ കാരണം യാവു തൻ്റെ ഫ്യൂച്ചർ സിസ്റ്ററിലോ ആകാൻ പോകുന്ന ആളായതുകൊണ്ടാണെന്നാണ്. താൻ യാവുനെ കെയർ ചെയ്യുന്ന കാണുമ്പോൾ ചെൻസി തന്നിൽ കൂടുതൽ ഇംപ്രസ് ആകുമല്ലോ. തൻ്റെ ഫ്രണ്ട് തന്നെക്കുറിച്ച് എന്തുമാത്രം കെയർ ചെയ്യുന്നു എന്ന് ലീജൻ വിചാരിക്കുന്നു. അപ്പോഴേക്കും പുറകിൽ നിന്ന് ലിയാങ്ങിൻ്റെ സൗണ്ട് ലീജൻ കേൾക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇന്ന് ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്ന കാര്യം അവൻ അറിയുന്നു. ക്യുവാനും ലിയാങ്ങും ഉടനെ തന്നെ ഒരു റൊമാൻറ്റിക് കപ്പിൾ ആകുമെന്ന് ലീജൻ വിചാരിക്കുന്നു. തൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ച് അവൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഈ സീനിൽ യാവു ആ ക്ലയൻറ്റിൻ്റെ കൂടെ നെക്സ്റ്റ് ഹിയറിങ്ങിന് വേണ്ടി കോർട്ടിൽ വന്നിരിക്കുകയാണ്. ബ്രേക്ക് ടൈമിൽ ഡോങ്ങും വെളിയിലേക്ക് പോകുന്നുണ്ട്. യാവു വളരെ സ്നേഹത്തോടെ അവനെ അപ്രോച്ച് ചെയ്യുന്നു. അവൾ അവനോട് സ്വീറ്റായിട്ട്, സോറി, താങ്കൾക്ക് എന്നോടുള്ള ഫീലിങ്സ് സിൻസിയർ ആണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. താങ്കൾ ഓൾറെഡി എന്നെ വോൺ ചെയ്തതാണെന്നെല്ലാം അവൾ പറയുന്നുണ്ട്. യാവു ഇത്രയും സ്വീറ്റായിട്ട് സംസാരിക്കാൻ കാരണം എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.